പുഷ്പാഭിഷേകം ചെയ്യുന്ന പോലല്ലേ പാലഭിഷേകം? എന്തെങ്കിലും വ്യത്യാസമുണ്ട്? പുഷ്പാഭിഷേകവും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പുഷ്പാഭിഷേകം ചെയ്യുന്നുണ്ടല്ലോ. അതെന്താ വ്യത്യാസം? അതായത് പുഷ്പവും പാലഭിഷേകവും ഒക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമേ ആദരവ് കാണിക്കുന്ന ഒരു രീതി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാലഭിഷേകം ചെയ്തപ്പോൾ അതാണ് ഞാൻ ഇതും കൂടെ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഞാൻ ഇതായിട്ട് നെഗറ്റീവ് പറയല്ല, ചില ആൾക്കാർ നമ്മളോട് പറഞ്ഞു നമുക്ക് ഒരു ജഡ്ജിയുടെ കോലം കത്തിക്കണം എന്നൊക്കെ. നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും ചെയ്യരുത്. വേറൊരു ജഡ്ജിയുടെ, അതായത് ഷാരന്റെ വധക്കേസിനെ ന്യായീകരിക്കുകയും ഗ്രീഷ്മയെ ന്യായീകരിക്കുകയും അന്തസ്സോടുകൂടി കഷായം കലക്കി കൊടുത്തു എന്ന് പറഞ്ഞ മുമ്പത്തെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ കോലം കത്തിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു ഒരിക്കലും ചെയ്യരുത്. കാര്യം അതൊക്കെ രാഷ്ട്രീയക്കാരെ ചെയ്യാം, നമ്മൾ ജഡ്ജിമാരെ വേറൊരു ലെവലിലാണ് കാണുന്നത്. അതായത് ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം കോടതിയാണ്, ആ കോടതിയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ആരും വേണ്ട. പകരം നമുക്ക് പോസിറ്റീവായി ഇവരുടെ എല്ലാം കൂടെ നല്ല ഐഡിയ ആയിരുന്നു. എനിക്ക് രാഹുലും ഉമാമേശ്വരം സാർ എല്ലാം കൂടെ നല്ല തീരുമാനമാണ് ജഡ്ജിക്ക് പാലഭിഷേകം ചെയ്യാം. അപ്പം പോലീസുകാർ തന്ന നോട്ടീസ് എന്താ അറിയോ? വിദ്വേഷ പ്രസംഗവും, ഇത് വിദ്വേഷത്തിന്റെ ആക്ടാണ്. ഞങ്ങൾ പറഞ്ഞു പാലഭിഷേകം എങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ആക്ട് ആകുന്നത്? അപ്പൊ എന്ന് വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു. നിലനിൽക്കുന്ന ഒരു ജഡ്ജിയാണ്, ഭരണഘടനയിൽ ഇരിക്കുന്ന ഒരു ജഡ്ജിയാണ്, അതുകൊണ്ടൊന്നും ചെയ്യാൻ പാടില്ല. എന്തായാലും ഗാന്ധിജി എല്ലാവരുടെയും സ്വത്താണല്ലോ. ഗാന്ധിജി എന്തായാലും പോലീസുകാരുടെ മാത്രമൊന്നുമല്ലോ. അതുകൊണ്ട് ഗാന്ധിജിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നവൻ ഞാൻ പറഞ്ഞു അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇപ്രാവശ്യം ഞാനും ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നാളെ നമ്മൾ എന്തായാലും മഹാത്മാഗാന്ധിയുടെ കേട്ടു 100% രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. നമ്മുടെ രാഷ്ട്രപിതാവാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ആ പുരുഷന്മാർക്ക് ഇന്നും വ്യാജ കേസുകളിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം എന്ന ആശയം കൊണ്ടാണ് മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നത്. മഹാത്മാഗാന്ധി അല്ലേ ഉയർത്തിപ്പിടിക്കുന്നത്? പോസിറ്റീവ് അല്ലേ? പുരുഷന്മാരെ കുറിച്ച് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഇല്ല. കാര്യം പുരുഷപീഡനം ആ കാലത്ത് ഇല്ലായിരുന്നു. ആ കാലത്ത് പുരുഷപീഡനം അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ കേസുകൾ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ പോക്സോ ഇല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ കാലത്ത് വ്യാജ റേപ്പ് കേസുകൾ ഇല്ലായിരുന്നു. പക്ഷെ ഈ കാലത്തില്ലേ? ഈ കാലത്തുണ്ടതിൻ്റെ തെളിവല്ലേ നിവിൻ പോളി? ഇത് തെളിവുണ്ടോ എന്ന് ചോദിക്കാൻ വേറെ എവിടെയും പോകണ്ടല്ലോ. നേരത്തെ പ്രിയങ്ക മാഡം വളരെ മനോഹരമായി പറഞ്ഞ, ഞാൻ കുറച്ചുകൂടെ പച്ചയ്ക്ക് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയാം. ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും, വേറൊരു പ്രമുഖ അഭിനേത്രി. ഈ വ്യക്തിക്ക് ഇവരെ തമ്മിൽ ഇഷ്ടമായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പം ഈ പെൺകുട്ടി കൊണ്ട് വ്യാജ റേപ്പ് കേസ് കൊടുത്തു. പീരീഡിന്റെ ദിവസം എൻ്റെ ചവിട്ടി കഥയുണ്ടാക്കി. മഹാത്മാഗാന്ധിയുടെ കാലത്ത് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പം മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മധ്യപാത, അതാണ് ഒരു മോഡറേറ്റ് പാതയിൽ ഉയർത്തിപ്പിടിച്ച് നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ പാലഭിഷേകം നടത്തിക്കൊണ്ട് പോലീസുകാരോടും വളരെ ബഹുമാനത്തോടും അതിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അഥവാ പോലീസുകാരെ തടയുകയാണെങ്കിൽ ഞങ്ങൾ പോലീസുകാരുടെ പേരും വീഡിയോ എടുത്ത് ഹൈക്കോടതിയിൽ പരാതി കൊടുക്കും. തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം ഒരു വലിയ വലിയ തത്വങ്ങൾ പറഞ്ഞു. അതായത് സിറ്റിംഗ് ജഡ്ജിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റുന്നതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും മഹാത്മാഗാന്ധി സിറ്റിംഗ് ജഡ്ജി അല്ലല്ലോ. മഹാത്മാഗാന്ധി നമ്മുടെ പൊതുസ്വത്തല്ലേ. അങ്ങനെ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൗട്ടിൽ ഇനി ചില ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും ചില അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലോയേഴ്സും ഒക്കെ ഇന്നലെയും ഇന്നുമായിട്ട് പല സ്ഥലങ്ങളിലും തടയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ നിയമം മൂലം തടയുമെന്നും ചിലർ ഫിസിക്കലി തടയുമെന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾ വരിക, ഞങ്ങൾ ഉറപ്പായിട്ട് കൊടുക്കാണ് രാവിലെ സെക്രട്ടേറിയറ്റിൽ. അതുകൊണ്ട് 100% നാളെ പാലഭിഷേകവും അതോടൊപ്പം ഈ നിയമ വായനയും. ഇത് നിയമസഭയിൽ എത്തിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ വിദ്വേഷ പ്രസംഗം ഞങ്ങൾ പറയണല്ലോ കേട്ടോ, ഇത് രാഹുൽ ഈശ്വറിന്റെ വാക്കുകളല്ല, അവർ പോലീസിന് കൊടുത്ത ഒഫീഷ്യൽ പരാതിയിലെ വാക്കാണ് പറയുന്നത്. ഇത് വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമെന്ന്. പാലഭിഷേകം അതെങ്ങനെ പറയും? അപ്പം വിജയുടെ കട്ടൗട്ടിൽ ആൾക്കാർ പാലഭിഷേകം നടത്തുന്ന വിദ്വേഷ പ്രസംഗത്തിന്റെ പരിധിയിൽ വരുമോ? ചുമ്മാ ഗുമ്മിന് ഡയലോഗ് അടിക്കുക.